ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇപ്പോൾ ഇരുട്ടിൽ തപ്പി നിൽക്കുകയാണ്. തോൽവിയുടെ ഉത്തരവാദിത്തം മുഴുവൻ പിണറായി വിജയനിൽ കൊണ്ട് ഏൽപ്പിക്കാൻ നോക്കി. അത് CPM-ലുള്ളവരൊക്കെ അതിനെ ഒന്ന് പ്രതിരോധിക്കുന്നുമുണ്ട്. CPI ഈ സമയത്ത് അല്പം ആർജവത്തോടുകൂടി രംഗത്ത് വരികയാണ്. സഭയിൽ ഉപനേതൃസ്ഥാനം വേണമെന്ന ആവശ്യവുമായിട്ട്. അതിനു മുമ്പിൽ വഴങ്ങാനായിട്ട് CPM തയ്യാറുമല്ല. CPIയെ സംബന്ധിച്ചിടത്തോളം CPM-ൻ്റെ നിഴലിൽ തന്നെ തുടർന്ന് പോകേണ്ട ഒരവസ്ഥയിലാണ്. CPIയുടെ അപജയത്തിന് കൂടി ഇടയാക്കുകയല്ലേ. CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്ന നെഹ്റുവിൻ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ്. അന്ന് CPM രൂപീകരിച്ചിരുന്നില്ല. അന്ന് വിഭജനത്തിന് മുമ്പ് പാർട്ടികൾ രണ്ടായി മാറുന്നതിന് മുമ്പ് ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷമായിരുന്നു. അതിനുശേഷം 57 അവർ കേരളത്തിൽ അധികാരത്തിൽ വരുന്നു. പിന്നീട് 64 സ്പ്ലിറ്റ് ഉണ്ടായതിനു ശേഷമാണല്ലോ CPM ഉണ്ടാകുന്നത്. ഇന്ന് CPIയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ദേശീയ തലത്തിൽ 0.5% വോട്ട് പോലും അവർക്ക് ദേശീയ തലത്തിൽ നേടാൻ കഴിഞ്ഞിട്ടില്ല. ഈ DMKയുടെ പിന്തുണയുള്ളതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ലോകസഭയിലും രാജ്യസഭയിലേക്കും ഒരു പങ്കാളിത്തം ഉണ്ടായി എന്ന് മാത്രം പറഞ്ഞാൽ മതി. 3 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇന്ന് CPIക്ക് സ്റ്റേറ്റ് പാർട്ടി എന്നുള്ള അംഗീകാരമുള്ളത്. കേരളം, തമിഴ്നാട്, മണിപ്പൂർ. ഈ 3 സംസ്ഥാനങ്ങൾക്ക് പുറത്ത് യാതൊരു തരത്തിലുമുള്ള സ്വാധീനം അവർക്കില്ല. എന്നാൽ നമ്മുടെ മാധ്യമങ്ങളിൽ CPIയുടെ നേതാക്കൾ പ്രസ്താവനകളിലൂടെ നിറഞ്ഞു നിൽക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വാർത്താ പ്രാധാന്യം കൂടുതൽ ലഭിക്കാറുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു അഡ്വാൻറ്റേജാണ്. അവരുടെ ശാരീരികമായി അവർക്ക് കഴിവില്ലെങ്കിലും അവർ മാധ്യമ രംഗത്തും പ്രചരണ മേഖലയിലും എപ്പോഴും നിറഞ്ഞു നിൽക്കും. അക്കാഡമിക രംഗത്തുമൊക്കെ ആ തരത്തിലൊരു പ്രാധാന്യം കിട്ടാറുണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഈ CPM-നുണ്ടായ പരാജയം പല സമയത്തും നമുക്കറിയാമല്ലോ. കേരളത്തിൽ CPM നേതൃത്വം ഏറ്റവും കൂടുതൽ തകർത്ത രാഷ്ട്രീയ പാർട്ടി CPI ആണ്. അപ്പം 64 സ്പ്ലിറ്റിന് ശേഷം 67 CPIയും CPM-ഉം കൂടെ ഒരു മുന്നണിയിൽ വന്നെങ്കിലും 2 വർഷത്തിനുള്ളിൽ ആ മുന്നണി പരീക്ഷണം പരാജയപ്പെട്ടു. CPI കോൺഗ്രസിനോടൊപ്പം ചേർന്ന് പിന്നെ ഏതാണ്ട് 10 വർഷം കഴിഞ്ഞ്, ഏതാണ്ട് 11 വർഷം കഴിഞ്ഞ് 1980-ലാണ് CPI വീണ്ടും ഇടത് മുന്നണിയിൽ വരുന്നത്. പക്ഷേ എന്താണ് CPM സ്വീകരിച്ചത്? CPIയെ നക്കിക്കൊല്ലുക എന്നൊരു സമീപനത്തിൽ ഒരു തരത്തിലും CPIയെ മുന്നോട്ട് വരാൻ കഴിയാത്ത തരത്തിൽ അവരുടെ യുവജന സംഘടനകളെയും അവരുടെ വിദ്യാർത്ഥി വിഭാഗങ്ങളെയും പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് ഇന്ന് CPI അത്രയും ദുർബലമായൊരു പാർട്ടിയാണ്. കേരളത്തിൽ മാത്രം 6.6% വോട്ട് ഈ നിയമസഭയിൽ അവർക്ക് കിട്ടി. 25 സീറ്റുകൾ മത്സരിച്ച് 8 സീറ്റിൽ വിജയിച്ചു. പക്ഷേ പിണറായി വിജയനെ ഓവർടേക്ക് ചെയ്യാമെന്നൊരു സമീപനം അവർ വിചാരിച്ച് ഈ പരാജയപ്പെട്ട വേളയിലെങ്കിലും പിണറായി വിജയനെ ഒന്ന് നേരിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നപ്പോൾ CPM വീണ്ടും പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കി എന്നുള്ളതാണ്. അപ്പം പ്രതിപക്ഷ നേതാവാക്കിയ സമയത്ത് മുമ്പൊന്നും CPI അവകാശപ്പെട്ടിട്ടില്ലാത്ത ഒരു ആവശ്യമായിട്ടാണ് ഉപനേതാവ്, അതായത് പ്രതിപക്ഷ ഉപനേതാവായിട്ട് CPIക്ക് ലഭിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നത്. പക്ഷേ അത് ഇന്നത്തെ സാഹചര്യത്തിൽ CPM-ന് സ്വീകരിക്കാൻ കഴിയില്ല. അങ്ങനെ സ്വീകരിച്ചാൽ CPM-ൻ്റെ ഒരു ആത്മഹത്യാപരമായ നിലപാടാകും. കാരണം പിണറായി വിജയൻ്റെ ആരോഗ്യവും നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ വയസ്സും നമുക്കറിയാം. അപ്പം VD സതീശനെ പോലെ വളരെ യങ്ങായി നിൽക്കുന്ന ഒരു ചടുലതയുള്ള മുഖ്യമന്ത്രിയുടെ എതിരായൊരു പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയന് അത്രയധികം പോരാടാനൊന്നും കഴിയില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും ഇതിനെ അനുവദിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും CPM-ന് ഉപനേതാവ് വേണ്ടിവരും. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഇല്ലാത്ത സമയത്തോ പ്രതിപക്ഷ നേതാവിന് അസൗകര്യമുള്ളപ്പോഴും കാര്യങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ പ്രതിരോധിക്കാനായിട്ട് നേതൃത്വം നൽകാനുള്ള ഒരു നേതാവ് CPM-ന് വേണ്ടി വരും. കാരണം പിണറായിയെ മുന്നിൽ നിർത്തിക്കൊണ്ടൊരു യുദ്ധത്തിലേക്ക് പോകാൻ പറ്റില്ല. അപ്പം അവിടെ ഉപനേതാവ് CPI ആയി കഴിഞ്ഞാൽ നിയമസഭയിൽ പിണറായി വിജയൻ്റെ സാന്നിധ്യമില്ലാത്ത സമയത്തൊക്കെ പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വ സ്ഥാനം CPIക്ക് വരും. അപ്പോൾ CPM അവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരും. അത്തരമൊരു മണ്ടത്തരത്തിലേക്ക് CPM പോകില്ല. അത് മാത്രമല്ല CPM-നെ സംബന്ധിച്ചൊരു ആത്മഹത്യാപരമായ നിലപാടാണ്. ഒരു ഡൈനാമിക് ആയിട്ടുള്ളൊരു പ്രതിപക്ഷ നേതാവ് CPM-ന് ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം വരുന്നില്ല. ഇത് വളരെ പ്രായം ചെന്ന ആരോഗ്യസ്ഥിതി അത്ര ഗുണകരമല്ലാത്ത ഒരാളാണ്. മറ്റൊന്ന് EDയുടെ നിഴലിലാണ്. അപ്പം പിണറായി വിജയൻ എന്ന് പറയുന്നത് ഇനിയുള്ള 4-5 വർഷം നമ്മളെ ഒരു രാഷ്ട്രീയമായ
ഒരു പുനർജീവനത്തിനേക്കാളുപരി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കൂടുതലും ED എങ്ങനെ നേരിടാം, ED അദ്ദേഹത്തിലെ മകളിൽ നിന്ന് അദ്ദേഹത്തിലേക്ക് എത്തുമോ, അല്ലെങ്കിൽ ഈ നമ്മൾ നേരത്തെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള നമ്മുടെ CMRL ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ കോഴ കൈപ്പറ്റിയ രാഷ്ട്രീയ നേതാക്കളിൽ ഒരു പ്രമുഖനാണ് പിണറായി വിജയനും. ഈ നേരത്തെ പറഞ്ഞ എക്സാലോജിക് എന്നുള്ള കമ്പനിക്ക് കൊടുത്തതല്ല ഞാൻ ഉദ്ദേശിച്ചത്. രാഷ്ട്രീയ നേതാക്കൾ, ഇടത് വലത് മുന്നണി വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ നേതാക്കൾക്ക് കോഴ കൊടുത്ത ലിസ്റ്റിൽ പിണറായി വിജയൻ പല സ്ഥലത്തും വരുന്നുണ്ട്, മറ്റു പല നേതാക്കളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കേസുമായിട്ട് ED വരികയാണെങ്കിൽ ഒരു ഇതുണ്ട്. മറ്റൊന്ന്, പിണറായി വിജയൻ്റെ മകൾക്ക് എക്സാലോജിക്കിന് ഒരു സേവനവും കൂടാതെ 2 വർഷത്തിലധികം ഒരു കൺസൾട്ടൻസിയുടെ പേരിൽ പൈസ നൽകിയ 2.73 കോടി രൂപ നൽകിയ അത് കൈക്കൂലിയാണോ അല്ലയോ എന്നുള്ള വിഷയമുണ്ട്. അങ്ങനെയാണെങ്കിൽ കൈക്കൂലി കൊടുക്കണമെങ്കിൽ അത് മകൾക്ക് കൊടുത്തതല്ലല്ലോ, മുഖ്യമന്ത്രിയായ ആളിൻ്റെ മകളുടെ പേരിൽ പൈസ കൊടുത്തത് അത് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നതിന് ഈക്വലാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ കേസിൽ പിണറായി വിജയനെയും ലിങ്ക് ചെയ്യുന്നതിൽ തടസ്സമൊന്നുമില്ല. കാരണം ഈ സേവനം കാണിക്കാതെ നിങ്ങൾ പൈസ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം അത് കള്ളപ്പണം വെളുപ്പിക്കുന്ന പ്രക്രിയ തന്നെയാണ്. അത് അനധികൃതമായ ഒരു ഇടപാടാണ്. കാരണം നിങ്ങൾ സേവനം നൽകിയിട്ടില്ലല്ലോ. അപ്പോൾ സേവനം നൽകാത്ത ഒരാളിന് എങ്ങനെയാണ് ഇത്രയും ഹ്യൂജ് എമൗണ്ട് വേതനമായിട്ട് ലഭിക്കുക? അപ്പം മാത്രമല്ല ഈ കമ്പനി ആക്ട് പ്രകാരവും ഇതിനൊക്കെ ചില നിയമാവലികളുണ്ട്. ഇൻകം ടാക്സ് അടച്ചു എന്നുള്ളത് കൊണ്ടുള്ള ഒരു പരിരക്ഷ ലഭിക്കുമെന്ന് CPM നേതൃത്വം വിചാരിച്ചതാണ് ഇവിടെ തെറ്റായി വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും പിണറായി വിജയൻ EDയുടെ നിഴലിലായിരിക്കും. അപ്പോൾ ഒരു രാഷ്ട്രീയമായ പ്രതിരോധം UDFനെതിരായി സൃഷ്ടിക്കുന്നതിന് പിണറായി വിജയന് പരിമിതി ഉണ്ടാവും. അപ്പോൾ ഉപനേതാവ് ശക്തനായൊരു CPMകാരനല്ലെങ്കിൽ CPMനത് കാര്യമായി നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഒരുപോലെ ബാധിക്കും. പല വിഷയങ്ങൾ വരുമ്പോഴും ഉപനേതാവ് CPIക്കാണെങ്കിൽ CPM വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നില്ല. ഈ PM ശ്രീയിലെ ഈ CPIയുടെ ഒരു ഇടപെടൽ ഉണ്ടായല്ലോ, അത് അവർക്ക് ഇപ്പം തിരിച്ചടിയായി മാറിയിരിക്കുകയല്ലേ? അതുകൊണ്ടായിരിക്കാം CPM ഇത്രത്തോളം CPIയുടെ മേൽ ഒരു അവരെ ഒതുക്കിയിരുത്താനുള്ള ഒരു ശ്രമവും. അതെ, PM ശ്രീ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് വിദ്യാഭ്യാസ മേഖലയെ മാത്രം കേന്ദ്രീകരിച്ച് യാതൊരു രാഷ്ട്രീയ പദ്ധതിയുമില്ല. അതായത് PM സ്കൂൾ ഫോർ റൈസിങ് ഇന്ത്യ എന്നൊരു പ്രോജക്റ്റാണ്. ഇന്ത്യയിലെ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും അത് നടപ്പാക്കിയിട്ടുണ്ട്. അതായത് രാജസ്ഥാനിലെ ഗെഹ്ലോട്ടിൻ്റെ ഗവൺമെൻറ്റും അതുപോലെ ഹിമാചൽ പ്രദേശിലായിരുന്ന സമയത്ത് അതെ അവരാണ്. അതായത് അതുപോലെ ഛത്തീസ്ഗഡിലും കോൺഗ്രസ് ഗവൺമെൻറ്റാണ് അത് അക്സെപ്റ്റ് ചെയ്തത്. കർണാടകത്തിൽ മാത്രം BJP ഗവൺമെൻറ്റാണ് ഒപ്പുവയ്ക്കുന്നത്, പിന്നീട് കോൺഗ്രസ് ഗവൺമെൻറ് തുടരുക. തെലങ്കാനയും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ തരത്തിൽ ആ സ്കൂൾ പദ്ധതി കേരളത്തിൽ തുരങ്കം വെച്ചതിൽ CPIക്ക് വലിയ റോളുണ്ട്. പ്രതിപക്ഷത്തെ ലീഗിനോടൊപ്പം ചേർന്നിട്ടാണ് CPI ഗവൺമെൻറ്റിന് വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കി. അപ്പം അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരികയും ന്യൂനപക്ഷങ്ങളെ ഇളക്കി വിടുന്ന തരത്തിലേക്ക് വരുമെന്നൊരു സമീപനം വന്നപ്പോൾ CPMും കുറച്ചൊന്ന് പകച്ചു. കരാറിൽ ഒപ്പുവെച്ചെങ്കിലും അത് നടപടികളായി മുന്നോട്ട് പോയില്ല. അത് സ്റ്റേറ്റിനും നമ്മുടെ സാധാരണ കുട്ടികൾക്കും ഉണ്ടാകും വലിയ നഷ്ടമാണ്. കാരണം ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ വീതം കേരളത്തിലെ എല്ലാ ബ്ലോക്കുകളിലും മാതൃകാപരമായ വളരെ ലോകോത്തര നിലവാരമുള്ള ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്കൂളുകളാണ്. അത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മോഡൽ സ്കൂളാണ്. ക്രമേണ എല്ലാ സ്കൂളുകൾക്കും വരേണ്ട ഒരു പദ്ധതിയാണ്. അപ്പോൾ അത് കേരളം പിന്തിരിഞ്ഞ് നിൽക്കുന്നതിന് ഇടതുപക്ഷത്തിന് ആ തരത്തിൽ ഇടതുപക്ഷം പുറകോട്ട് പോയി എന്നുള്ളത് മാത്രമല്ല, ഒപ്പുവെച്ചിട്ട് പുറകോട്ട് പോയതിൽ CPI വളരെ വഞ്ചനാപരമായ നിലപാടെടുത്തിരുന്നു. അതിനകത്ത് CPMന് ശക്തമായ അമർഷം അന്നുണ്ടായിരുന്നു. പക്ഷേ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിൽ നിന്ന് CPMന് പുറകോട്ട് പോകേണ്ടി വന്നു. അപ്പം അതൊരു ഭാഗത്ത്. മറ്റൊന്ന്, ഉപനേതാവായി ഇതിനു മുമ്പ് CPM പ്രതിപക്ഷത്തിൻ്റെ സമയത്തൊന്നും CPIക്ക് കൊടുത്തിട്ടുമില്ല. അപ്പോൾ ഈ CPM ദുർബലമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് CPI പുതിയ അവകാശവാദവുമായിട്ട് ഇപ്പം മുന്നിൽ വന്നത്. യഥാർത്ഥത്തിൽ അത് CPMൻ്റെ ദൗർബല്യത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് CPI എടുത്തൊരു സമീപനമാണ്. കാരണം മറ്റൊന്നും ഈ അത്രയും ഒരു പരാജയം ഏറ്റുവാങ്ങി നിൽക്കുന്ന ഒരു പാർട്ടി വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള തലത്തിലാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരു പൊട്ടിത്തെറിയിലേക്ക് ഇത് പോകില്ല. CPIയെ സംബന്ധിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തികച്ചും അപ്രസക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. കേരളത്തിൽ CPMൻ്റെ തണലിൽ നിൽക്കുന്നത് കൊണ്ട് ഈ 6% വോട്ടും 8 സീറ്റും കിട്ടിയെന്ന് നമ്മൾ വിചാരിച്ചാൽ മതി.
ഒരു സംഘടന എന്നുള്ള തലത്തിൽ ഇടതുമുന്നണിക്കകത്തൊരു പ്രതിബന്ധം സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് പുറത്തുപോയി മാന്യമായ ഒരു സ്ഥാനം വലതുമുന്നണിയിൽ UDF ലഭിക്കാനോ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് CPIയുടെ പ്രതിരോധം ഒരു പുകമറയായി നിൽക്കുമെന്നതിനപ്പുറം അത് കാര്യമായ രീതിയിൽ LDFന് ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യതയില്ല. ആ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള കഴിവ് CPIക്ക് ഇല്ല. അതിൻ്റെ ശാരീരികമായി ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനയും ഒക്കെ ആ തരത്തിൽ നിന്ന് ദുർബലമാണ്. അപ്പം അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇടതുമുന്നണിയിൽ കാര്യമായ പ്രതിസന്ധിയൊന്നും സൃഷ്ടിക്കാൻ CPIക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.